ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സിനിമ ഞങ്ങൾ ഒരെണ്ണം പ്ലാൻ ചെയ്തിരുന്നത്, ഞാൻ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല. നരബലി എന്ന് പറഞ്ഞ സിനിമയെ അത് നമ്മൾ വന്നപ്പോഴേ കഥയിൽ ഞാൻ ശരിക്കും ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് അല്ല അഭിനയിക്കണം. അതിനകത്ത് ഒരു നമ്മുടെ ബ്ലോഗറായിട്ട് ചെയ്യുമ്പോൾ ഹിന്ദുക്കളുടെ ബ്ലോഗ് അനുഷ്ഠാനങ്ങളെ ഷൂട്ട് ചെയ്യുമ്പോൾ അതൊക്കെ പണിയാവും. അതുകൊണ്ട് അത് മാറ്റി വെച്ചു. ഇഷ്ടപ്പെട്ടില്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോ നെസ്ലിന്റെ തണ്ണീർമത്തം ദിനങ്ങളും പ്രേമലൂക്ക് കണ്ടല്ലോ, അപ്പൊ അതുപോലത്തെ നല്ല നല്ല സ്റ്റോറീസ് ഒക്കെ വരുമ്പോ ചെയ്യും. സിനിമയില് തനിക്ക് ആരും നല്ല വേഷം തരാൻ പോകുന്നത് പലരോടും ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ടേ. അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. ഞാൻ ഇപ്പൊ നടക്കുന്ന കാര്യമല്ലേ ഉണ്ടേ പറ. ഇപ്പഴത്തെ പറ്റി എടുത്തായിരുന്നു പറഞ്ഞ ഇല്ല. പൊന്നോ ഒടുക്കത്താ പിന്നെ ഏതാ ഇതല്ലേ? അപ്പോൾ ഒരു കഥയെ പറയുന്ന നേരം എന്നൊരു സിനിമ കണ്ടു. അപ്പോൾ റായി സിദ്ദിഖേട്ട മികച്ച ഡയറക്ഷനും അഭിനയവും തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ സത്യം പറയൂ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ മൺമറിഞ്ഞു പോയിട്ടുണ്ട്. കൊച്ചൂർവേട്ടനൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജഗതിച്ചേട്ടനൊക്കെ പണ്ടത്തെ പടത്തിൽ അപ്പുമേഷനൊക്കെ ചെയ്തിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ല. കഷ്ടപ്പാടിൻ്റെ ഒരു വിജയം തന്നെ പറയാം. 7 വർഷത്തിൽ നിന്നുമാണ് ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയത്. വിജയത്തിലേക്ക് കൊണ്ടുവന്നു സിനിമ. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ. ഒരു നാട്ടുമ്പുറത്ത് സംഭവ വികാസങ്ങളാണ്. ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, മറ്റേ ഒരു പീഡനത്തിന്റെ സ്വന്തം അച്ഛനിൽ നിന്നാണെങ്കിലും പീഡനം സംഭവിച്ചു പോകുന്നുണ്ട്. അതൊക്കെ കാണിക്കുന്നുണ്ട് സിനിമ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇപ്പൊ ഗറും DNA ഒക്കെ ഉള്ളപ്പോ ഒരു കഥ ഇത്രയൊക്കെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. കണ്ടില്ലേ ഡെക്കറേഷൻസ്? ഇത് അധികം തിയേറ്ററിലില്ല. കാരണം ഇത് അധികം സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തിയേറ്ററൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ. ഇതിന്റെ പ്രൊമോഷനായിട്ട് ഭാഗമായിട്ട് ഓൺലൈൻ ഇന്റർവ്യൂ ഞാൻ ചെയ്തായിരുന്നു. നടന്മാരെയും പ്രൊഡ്യൂസേഴ്സിനെ വെച്ച് ചെയ്തായിരുന്നു. ഭീകരനാണോ ഭീകരൻ, കൊട്ടും ഭീകരൻ. അപ്പൊ ഇവരൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പടം തന്നെ ഫസ്റ്റ് ഡേ തെരഞ്ഞെടുത്തത്. അത് തന്നെ. കാരണം ഗറിന്റെ ടീമും DNA ടീമും എന്നെ കോണ്ടാക്ട് ചെയ്തില്ല. അതിനോടുള്ള വാശിയാണ്. ഇപ്പഴാണ് നിന്റെ ഹോംവർക്ക് എനിക്ക് പിടികിട്ടിയത്. അതിനോടുള്ള വാശിയാണ്. അതിന്റെ ഒരു വാശി പോലെയാണ്. ഗർ ടീം വിളിച്ചില്ല, പിന്നെ മുറിവ് ടീം വിളിച്ചില്ല. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. സാറങ്ങോട്ടോ തിരക്കിട്ട് പോന്നുണ്ടല്ലോ. എന്താ പോന്നല്ലേ? പച്ചയാ ചാട ഉച്ചനാണ് പോട ഒന്നിടഞ്ഞു നോക്കടാ.